ഹായ് പാർട്ട്നേഴ്സ്, സൗദി ഇൻകം ടാക്സിൽ ഒരു ഫിസിക്കൽ ഇയർ അവസാനിക്കുമ്പോൾ വിൽക്കാതെ ബാക്കിയുള്ള സ്റ്റോക്കിന്റെ വില എങ്ങനെ കണക്കാക്കും? അതിന്റെ വാല്യൂ കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ ലാഭവും ടാക്സും മാറും. ഇന്നത്തെ സൊല്യൂഷൻ അതാണ്. സൗദി ഇൻകം ടാക്സ് നിയമം ആർട്ടിക്കിൾ 27 സ്റ്റോക്ക് വാല്യുവേഷനെ കുറിച്ച് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. നമ്മുടെ കോക്സ് അഥവാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. ഓപ്പണിംഗ് സ്റ്റോക്കിലേക്ക് ആ വർഷത്തെ വാങ്ങിയ സാധനങ്ങൾ കൂട്ടിയ ശേഷം അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറക്കുമ്പോഴാണ് നമുക്ക് കോക്സ് കിട്ടുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വില കുറയുമ്പോൾ കോക്സ് കൂടും, അപ്പോൾ നമ്മുടെ ലാഭം കുറയും, ടാക്സും കുറയും. വർഷാവസാനം നമ്മുടെ സ്റ്റോക്ക് വാല്യൂ ചെയ്യേണ്ടത് അതിന്റെ ബുക്ക് വാല്യൂ അഥവാ നമ്മൾ വാങ്ങിയ വില അല്ലെങ്കിൽ അന്നത്തെ മാർക്കറ്റ് വാല്യൂ ഇതിലേതാണോ കുറവ് ആ തുകക്കായിരിക്കണം. ഒരു ഉദാഹരണം നോക്കാം. നമ്മൾ ഒരു പ്രൊഡക്റ്റ് 100 റിയാലിനാണ് വാങ്ങിയത്, അതാണ് ബുക്ക് വാല്യൂ. വർഷാവസാനം ഡിമാൻഡ് കുറഞ്ഞതുകൊണ്ട് അതിന്റെ മാർക്കറ്റ് വാല്യൂ 80 റിയാലായി കുറഞ്ഞു എന്ന് കരുതുക. ഈ അവസരത്തിൽ ആ സ്റ്റോക്കിന്റെ വില 100 റിയാലല്ല, മറിച്ച് 80 എന്ന് കാണിച്ചാൽ മതി. ഇത് നമ്മുടെ കോക്സ് കൂട്ടാനും ആ വർഷത്തെ ടാക്സബിൾ പ്രോഫിറ്റ് കുറയ്ക്കാനും സഹായിക്കും. ഇവിടെ മറ്റൊരു കാര്യം, നമ്മൾ പല വിലക്ക് ഒരേ സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ബുക്ക് വാല്യൂ എങ്ങനെയാണ് കണക്കാക്കുന്നത്? അതിന് വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതല്ലാതെ ഫിഫോ അഥവാ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പോലുള്ള മറ്റു വല്ല മെത്തേഡും ഉപയോഗിക്കണമെങ്കിൽ അതിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക റിട്ടേൺ പെർമിഷൻ വാങ്ങിയിരിക്കണം. ഒരിക്കൽ അനുമതി വാങ്ങിയാലോ വീണ്ടും അനുമതി ഇല്ലാതെ പഴയതിലേക്ക് മാറാനും സാധിക്കില്ല. ഈ സ്റ്റോക്ക് വാല്യുവേഷൻ ആണ് നമ്മുടെ ഇൻകം ടാക്സിൽ മാറ്റം വരുത്തുന്നത്. ഇനി ഒന്നിലധികം ആളുകൾ ചേർന്ന് നടത്തുന്ന പാർട്ണർഷിപ്പ് കമ്പനികളുടെ ടാക്സ് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് അടുത്ത വീഡിയോയിൽ വിശദമായി തന്നെ നോക്കാം. സൗദി ഓണർഷിപ്പ് ഉള്ള കമ്പനികളുടെയും എസ്റ്റാബ്ലിഷ്മെന്റുകളുടെയും നിയമങ്ങളെ കുറിച്ച് സക്കാത്ത് നിയമങ്ങൾ പറയുമ്പോൾ നാം വിശദമായി തന്നെ പറയും. ഹോപ്പ് ടു സീ അഗൈൻ. നൗഷാദ് അക്രേറ്റ്.